തട്ടിപ്പോയോ? തട്ടിപ്പോട്ടെ. തട്ടിപ്പോയില്ലേ? ഇതെന്നാ കൂർക്കം വലിയ പോത്തൻ. പിടിച്ചോ, വലിച്ചോ. ഇന്ന് 3 മണി മുതൽ 9 ദിവസത്തെ ജൈത്രയാത്രയ്ക്ക് ശേഷം മഹത്തായ 10ാം ദിവസം വാലിബൻ പങ്കജിൽ നിന്നും എരുമത്തടത്തിലേക്ക് തറയിലിരുന്ന് ക്ഷമകെട്ട കാണികളുടെ ആവശ്യകതയെ മാനിച്ചുകൊണ്ട് തറയിൽ നിന്നും എരുമത്തടത്തിന്റെ പുഷ് ബാക്കിലേക്ക് പുലിക്കോട്ടൈ വാലിബന്റെ 10ാം ദിവസത്തിന്റെ ഭക്ഷണം. മുടിഞ്ഞു പോച്ച്. ഗതം ഗതം. പാവട മാറ്റി വാലിബനെ എടുത്തോ. ജോസേട്ടാ ആമത്താഴ അറുത്തിട്ട് വാള് പിടിക്കുന്നില്ല. പുളിക്കടിച്ച് വെട്ടി പൊളിക്കടാ. ആ വാലിബന്മാര് വല്ല ഉടക്കുമായിട്ട് വരുവോ? അവന്മാര് ഉടക്കുമായിട്ട് വന്ന എന്റെ കയ്യിൽ മടക്ക് കത്തിയുണ്ട്, കുത്തിക്ക്. അയ്യോ ജോസേട്ടാ പെട്ടിയില് உரிமையா இருக்க உனக்கு வையா உனக்கு போலாமா? எங்க நம்ம ராஜா இடத்துக்கு உங்கூட நான் எதுக்கு வரணும்? போட வெளியே போட. 10 കോല് പോലത്തെ ഒരു ഓഞ്ഞില് കയറി വന്നിരിക്കുന്നു. കാര്യം ഞാൻ കുത്തും. കുത്തിയാ ഞാൻ കാറും. ഇന്ന പെട്ടി യാൾ പെട്ടി വാലിബൻ പെട്ടി. വാലിബൻ പെട്ടി എപ്പടി ഉൻ പെട്ടിയാച്ചി? എമ്പെട്ടി പാവാടപ്പെട്ടി. அதான் கேக்குறேன். உன் பெட்டி பாடப்பட்டி ஆமா, வாலிபன் பெட்டி எப்படி இங்க? വാലിബൻ പെട്ടി അங்கே, ഇങ്ങേ എരുമപ്പെട്ടി. എടാ ഓസേ മലയാളി കൊലയാളി, നീ വാലിബൻ പെട്ടി തിരുടൂന്ന് അയ്യാവുക്ക് തെരിഞ്ഞത്. புளியா வந்தவன் புளியாத்தான் போடும். சொன்னபடி புலிவேஷத்தில் வந்தவன் திருடியாச்சு. அந்த புலிവേഷത്തിലെ തൊണ്ടിയെടുത്ത് വന്നിരിക്കാ. ഇവന്റെ കംപ്ലൂസ് നാരങ്ങ പോലത്തെ മോന്ത കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഹൗസേ പങ്ങാടിയിൽ ഇറങ്ങുമെന്ന് കക്കാൻ. എടാ റോൾഡ് ഗോൾഡ്, കിലാരി കൊടുമുടി കയറി പതാക നാട്ടിന്ന് കരുതി അവിടെ പൊറാട്ട അടിച്ച് കുടികെട്ടി പൊറുക്കൊന്നുമില്ലല്ലോ. എന്നെങ്കിലും നീ 18ാം പടി ഇറങ്ങുമല്ലോ, അന്ന് നിന്നെ ഞാൻ താഴെയിട്ട് പിടിച്ചോളാം. പേച്ച് മുടിച്ചാ ചെയ്യാ. കൊറേ കാലായി നീ എന്റെ അടുത്തൊന്നും അടക്കാൻ പറ്റില്ലേ മേടിച്ചു മുറുക്കുന്നു. ഇതാണ് നിന്റെ രക്ഷ? പെയ്യും പോതൊന്നല്ലല്ലോ. എന്റെ പുറകെ നടക്കുന്നത് വല്ല മനുഷ്യന്മാരും ആണേല് അവന്റെ കാലിങ്ങനെ വളഞ്ഞു ഒടിഞ്ഞു തിരിഞ്ഞു മൂക്ക് പൊത്തി കണ്ണു പൊട്ടി നാക്ക് ആന്ന് ചാടി പഞ്ഞു കെട്ടുപോലെ നീ എന്നെ മുമ്പിൽ കൊണ്ടുവരണം. പറഞ്ഞേക്കാ ഞാൻ. ആരാത്? ആരാത്? അർജുനൻ, ഫാൽഗുനൻ. എന്റെ പുറകിൽ നടക്കുന്നത് മരത്തെ കൊടച്ചക്രം കണ്ടേല് വല്ല പേയോ പൂതായിരിക്കും അല്ലടി. അല്ലേലും ആ ഇല്ലത്ത് കുന്നേ നിക്കുന്ന കൊന്ന അല്പം പെശക. ഹേയ്, ഇത് പേയോ ഭൂതമൊന്നും അല്ലടി. നിന്നെ ശരിക്കും അറിയാവുന്ന ഏതോ ഗന്ധർവനാ. ഓ പിന്നെ ഗന്ധർവൻ. വാക്കത്തി വാസുവിന്റെ പെങ്ങളെ പ്രേമിക്കാൻ ധൈര്യമുള്ള ഗന്ധർവൻ ഈ നാട്ടിലോ? ഇനി പുറം പാർട്ടികൾ വല്ലോ ആണോടി? ഇനിയാ വാലിബന്മാര് വല്ലോ ആണോ? അതിന് അവന്മാരവിടെ വരേണ്ട കാര്യമില്ലല്ലോ.
പിന്നെ കണ്ടാൽ അങ്ങനെ വലിയ പശക പാർട്ടികളും അല്ല. ഹ, അങ്ങനെ നീ അങ്ങ് ഉറപ്പിക്കാതെടി. അവനാ സിനിമ ഓടിക്കുന്നവൻ ഇച്ചിരി വെളിച്ചെണ്ണയാ. അത് നിനക്കെങ്ങനെ അറിയാം? അന്ന് വാലിബം കാണാൻ പോയപ്പോ അവൻ എന്നെ നോക്കി ഇളിച്ചൊന്ന് പിരിച്ചതാ. നീ പറഞ്ഞപ്പോഴാ ഞാൻ ഓർക്കുന്നേ, അന്ന് ഞാൻ പോയപ്പോഴും ഈ പൂച്ചവിളി അവിടെയും കേട്ടതാ. ആരാന്ന് കണ്ട? വാലിബൻ ഇവിടെ 4, 3, 7 പേരെ വെച്ച് 100 ദിവസം നീ ഓടിച്ചത് തന്നെടാ. നീ ഇങ്ങനെ നോക്കി എന്റെ ടങ്കീസ് പൊട്ടിക്കല്ലേ. ഡീ, വാ ഇങ്ങോട്ട്. അയ്യോ ആശാനെ, അവളോട് വേണ്ട കളി. അവളാ പെരുങ്കൊല്ലം വാക്കത്തി വാസുന്റെ പെങ്ങളാ. ആ പങ്കാറ്റിയ പിത്തള കെട്ടിയ വാക്കത്തിക്കൊന്ന് വെട്ടിയ അരിയടിക്കണ പോലൊക്കെ 2 തുണ്ട. ഇന്ന് രാത്രിയോടെ വാലിബൻ സമാപിച്ചിരിക്കുന്നു. നാളെ മുതൽ വാലിബന്റെ സമാധി ആചരിക്കുന്നതായിരിക്കും. സമാധാനമായല്ലോ. കഥം കഥം. ഇന്ന് നീതേ ഈ പുകലം കൂടെ കൂട്ടിയൊന്ന് മുറുക്ക്. ആ വാലിബനെ കാണിച്ചു തന്നതിന് എന്റെ ഭഗവതി 1000 നാവ് കൊണ്ട് നന്ദി പറയാ. മതി, എനിക്ക് ഇത്രയും മതി. തോന്നിയസി, തന്റെ പേരെന്താ? ടങ്കീസൻ. ഇതാര്? ഒറ്റമിന്നും നോട്ടം കൊണ്ടെന്റെ ചങ്കിലെ 10 പൈസ ടങ്കീസും പൊട്ടി. നിന്റെ ടങ്കീസ് നീ ഞാൻ പൊട്ടിച്ചു തരാടാ. വീരപ്പം വരുന്നുണ്ടടാ മോനെ. ആ വീരപ്പനെ ആരും ഭയപ്പെടണ്ട, ഇതൊരു ആഘോഷമാണ്. തീർന്നില്ലടാ, വരുന്നു പുലിക്കേശം. ഇവൻ കുന്നത്തൂര് കേശവന്റെ മസ്തകത്തെ പറന്നു കയറി കണ്ണു കൊത്തി പൊട്ടിച്ചവനാ. എന്റെ കോമ്പാറ വീരപ്പ. നിന്റെ വാലിബന്റെ കളി ഞാനൊന്ന് കാണട്ടെ. കളിക്കണം. നാട്ടുകാരെ എല്ലാവരും ഇരിക്കൂ. കണ്ടു സുഖിച്ചോടി. സഹകരിക്കാം. കോഴിപ്പോര്. അതെ, ഒരു ചുണ്ടൻ കമ്മ്യൂണിറ്റി പേടിക്കേണ്ട ജനങ്ങൾ, ഇത് ആഘോഷമാണ്. വെറും ആഘോഷം. ഇത് ആളുകളെ കൊത്തത്തേയില്ല. കൊത്തി കൊത്തി. ആ പുലി ചെനച്ചാന്നും പറഞ്ഞ എല്ലാം കൊല്ലം നന്നതാ. എടി താത്തേ, നീ ആ പാവൻ രാഘവേട്ടനെ ഞാണിമേലിരുത്തി പുകച്ചൊരു വഴിയാക്കിയല്ലേ? അത്രയ്ക്ക് പോവൊന്നുമല്ല, എല്ലുമുട്ടി. പിന്നെ വന്നോ? കിട്ടിയത് പോരാ? ആ വീരപ്പനെ ഇറക്കിയുള്ള പണി ഇച്ചിരി കട്ടിയായി പോയി. എന്റെ പൊന്ന് തത്തെ, എന്നെ ഇങ്ങനെ ഉദ്രവിക്കരുത്. എന്റെ മുന്ന് തത്തയാ? എന്നാണ് ഞാൻ തന്റെ മുന്ന് തത്തയത്? അയ്യോ, അങ്ങനൊന്നും വിചാരിച്ച് പറഞ്ഞല്ലെന്നേ. അയ്യോ, ഞാൻ എങ്ങനെ വിചാരിച്ചു പറഞ്ഞതാ? നിന്റെ പിഞ്ഞാണം പൊട്ടിത്തെറിച്ചുള്ള ബഹളവും കുപ്പിവെള്ള കിലുങ്ങുന്ന പോലുള്ള ചിരിയും കുടമാളൂർ അമ്മയോടുള്ള ഈ അടക്കാപ്രേമൊക്കെ കണ്ടപ്പോ ഒരു രസം തോന്നി. ആ രസത്തിനുള്ള രസായന എന്റെ മുന്നില കിട്ടിയത്. എന്റെ മോനോ? മിണ്ടടി. അയ്യടാ, നിങ്ങാ പോലത്തെ മോന്ത കണ്ടാച്ചാ മതി. ഒരു മോൻ തീർന്നില്ല, രസായനമായിട്ടേ ഉള്ളൂ. കഷായം പുറകെ വരുന്നുണ്ട്, ചെന്നിയായം മേമ്പടി ചേർത്തിട്ട്. അയ്യോ, ഇതെല്ലാം കൂടെ താങ്ങാനുള്ള ഒരു ആംബിയർ എനിക്കില്ല എന്റെ അപ്പോ. നിനക്ക് ഒരു വിചാരമുണ്ട്, നീ വലിയ ബുദ്ധിമാനാണെന്ന്. 5 പടത്തിന്ന് കട്ടിട്ട് ആ കട്ടേനൊരു കള്ളപ്പേരിട്ടിരിക്കുന്നു, പുലിക്കോട്ടെ വാലിവൻ.
മുടി വെട്ടാണ്ടിരിക്കുന്ന ഇരിപ്പും ആ തിരിയും പിരിയൊക്കെ കൂടെ കണ്ട ഒരു മണകോണാഞ്ചൽ ലക്ഷണ. ഇതാ ഞാൻ ഈ പിഞ്ഞാണം പൊട്ടിത്തെറിച്ച പോലെ എന്ന് പറഞ്ഞത്. മണഗുണാഞ്ചെന്ന് പറഞ്ഞപ്പോ ആ മൂക്കിലേം ചുണ്ടിലേക്കൊരു സൗന്ദര്യം. എന്റെ ഞാൻ കാച്ചില് പുഴുങ്ങണ പോലെ തിളച്ച വെള്ളത്തിലിട്ട് തോല് പൊളിച്ചില്ലെങ്കി വാടി ഇങ്ങോട്ട്. ഈ ഉണ്ണിയാർച്ചയുടെ അടുത്ത ഉറുമി എന്റെ കഴുത്തിനിട്ടായിരിക്കോ? പിന്നെ ഈ മരണക്കുഴിയിലിട്ട് ഞാൻ വെട്ടി മൂടിയില്ലെങ്കി വെരുന്തരട്ട, കണ്ണട്ട, പൂച്ചനട്ട, കരിന്തേള് ഈ മുള്ളു നമ്പി കാലെ കുത്തി കേറാൻ പറ്റാതവൻ കുക്കറിയണം. നിന്റെ കുടുക്ക പൊട്ടിച്ച് 50 കുഴി വെട്ടാനാ ഗോവേട്ടനും കൊടുത്ത്. അവനീ ചതിക്കുഴിക്കകത്ത് കൃത്യമായി വീഴുന്ന എന്താ ഉറപ്പിന്റെ തത്തേ. അവനെ ഞാൻ തൂക്കിയെടുത്ത് ഇതിനകത്തോണ്ടിടും. നിങ്ങള് കണ്ടോ അവനെ എട്ടാവത്തെന്ന് പറഞ്ഞ് തത്തയുടെ മുമ്പിൽ കൂടെ ഞുണ്ടി ഞുണ്ടി നടക്കും. പനക്കിട്ടെറിഞ്ഞത് ചൊടിക്കിട്ട് കൊണ്ടുപോലെ ആവും എന്റെ ഭഗവാനെ. ദേ വരുന്നടാ നിന്റെ ആ ഗർഭം കലക്കി. ആ ഇതാര്? ഇവക്കിട്ട് കൊടറ ഒരു ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ എവിടെ പോവാൻ? പിന്നെ ഞാൻ ആലോചിച്ചപ്പോ എന്തിനാ ഇന്ന് വന്ന് നാളെ പോകുന്ന നിങ്ങളായിട്ടൊരു പിണക്കെന്ന് കരുതി. വാലിബനെ തത്തയ്ക്ക് തനിച്ചൊന്ന് കാണണായിരുന്നല്ലോ. ആ വാലിബനെ തനിച്ചൊരു ഷോ കാണണമെങ്കിലേ തത്തമ്മേ പൂച്ച പൂച്ച അതിന് കാശ് കൂടും. ഇവനെ കണ്ട ഒരു വേട്ടോന്റെ ലുക്ക. ഒറ്റക്കണ്ണ നിന്റെ മറ്റേ കണ്ണോട് ഞാൻ കൊത്തോഴിയെ കൊണ്ട് ബോർവെൽ അടിപ്പിക്കും. എന്റെ അള്ളോ ഇവരോടെ പോയി. ഇയാൾക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ ഒറ്റയാനാ. അതായിരിക്കും അല്ലേ ഒരു കൊമ്പ്. കാക്ക കിട്ടാ ഉന്നം? കാക്ക പഷ്ട വറത്തടിക്കാൻ. അച്ഛനെ നടാ പോയച്ചു വാ. അയ്യേ മനുഷ്യന്മാരെല്ലാം കാക്കയെ തിന്നോ? ചോറ് പിടിക്കത്തില്ലേ? കാക്കയെത്തുന്ന ഭയങ്കര മൈലേജ് അല്ലേ? മൈലേജോ? എന്ന് വെച്ചാ ഞരമ്പ് വളരും, ആയുസ് വർദ്ധിക്കും. ഈ പഴയ കാർന്നവന്മാരുടെയൊക്കെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. പൂച്ച തിന്നോ? പൂച്ച തിന്നില്ല. അതെന്താ? പൂച്ച തത്തെ പിടിക്കും. നല്ല വെണ്ടയ്ക്ക് പാവയ്ക്കും കത്തിരിക്കൊക്കെ ഉള്ളപ്പോ എന്തിനാ മനുഷ്യന്മാര് ജന്തുക്കളെ തിന്നണേ? കുഴി എത്താറായടി. ഞങ്ങളുടെ നാട്ടിൽ പട്ടിയെ തിന്നുന്നവരുണ്ട്. അതിനെന്താ, തിന്നാലോ. പട്ടിണി കിടത്തി നല്ല ചൂട് ബിരിയാണി കൊടുത്ത് അവന്റെ കുടലം നിളക്കി വറുത്ത് തിന്ന നല്ല പഷ്ട നാക്ക് വളരും. തിന്നിട്ടുണ്ടോ? എനിക്കിഷ്ടമല്ലെന്നേ. എന്താ? ഈ നാക്കൊക്കെ വളർന്ന് പുറത്ത് കിടന്ന കാണാൻ ഒരു സുഖമില്ല. എനിക്ക് ഈ വലിയ നാക്കുള്ളവരെ ഇഷ്ടമേ അല്ല. അയ്യോ വേറെ തട്ടി വീഴും. വാലിബന്റെ ശരിക്കുള്ള പേരെന്താ? എന്റെ പേരറിയില്ല. പറയോ? രാജ് സ്റ്റൈൽ രാജ്. ഓ ഇത് പറയാനാണോ ഇത്രയും താമസം? എന്റെ തത്തമ്മ நான் லேட்டா சொன்னாலும் ஸ்டைலா ഈ കുഴിയിൽ എന്തൊക്കെയാണെന്നറിയോ? മുള്ളുകമ്പി, പെരുന്തരട്ട, ഊച്ചരട്ട, കണ്ണട്ട, കരിന്തേള്. എന്റെ അമ്മോ, നീ എന്റെ തലയിൽ പാട്ടത്തേരൊഴിക്കും. അയ്യോ എന്റെ മക്കൾക്ക് നീറുന്നുണ്ടല്ലേ. പാവോടി, നീ എന്റെ മുമ്പിൽ കൂടെ 8 10 പറഞ്ഞ് നടക്കുന്നത് എനിക്ക് കാണണം. അയ്യോ ഒരു ഈത കാണാൻ ഇറങ്ങിയിരിക്കുന്നു. കേശം വരുന്നു. പാപ്പാനെ കുത്തിക്കൊണ്ടവനാ. ആന നടന്നു പോകുന്ന വഴിയില്ല. എങ്ങനെ ചവിട്ടിയാലോ ഭഗവാനെ? ഞങ്ങൾ പോവാ. ഇന്ദ്ര